മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിയമസഭ ചർച്ച ചെയ്യും. 12 മണിക്കാണ് ചർച്ച. സണ്ണി ജോസഫ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് അനുമതി. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയാണ് നിയമസഭയിൽ നടക്കാൻ പോകുന്നത്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ടായ പരാമർശം, ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖം, ഇതെല്ലാം വലിയ വിവാദമായി മാറിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ. സലീമിന് കേൾക്കാമോ? മലപ്പുറം പരാമർശം നിയമസഭ ചർച്ച ചെയ്യും. 12 മണിക്ക് അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുകയാണ്. സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിന് ഇപ്പോൾ സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് നിയമസഭ കടക്കാൻ പോവുകയാണിതിൽ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സലിം മാലിക്കുണ്ട്. സലിം, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നിയമസഭ കടക്കാൻ പോകുന്നു. വിശദാംശങ്ങൾ. അനുജ, നിയമസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച, അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ച അനുവദിക്കണമെന്നുള്ളത്. ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കേരളവുമായി ബന്ധപ്പെട്ട്, അതിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തും ഒപ്പം തന്നെ ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊരു വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്നു എന്ന്, അത് മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ലക്ഷ്യം വെച്ച് ഇൻഡയറക്റ്റായി പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയം. അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കണമെന്ന് സണ്ണി ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. അതിൽ മുഖ്യമന്ത്രി വളരെ വേഗത്തിൽ തന്നെ അങ്ങനെ മലപ്പുറവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അടിയന്തരമായി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതോടുകൂടി ഈ വിഷയം അടിയന്തര പ്രമേയമായി 12 മണിക്ക് സഭ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അത് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് ഉറപ്പായും വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ ചർച്ച, ഈ അടിയന്തര പ്രമേയം സഭയിലേക്ക് എത്താനുള്ള കാരണം തന്നെ അത് മുഖ്യമന്ത്രി ഹിന്ദുവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിൽ നിന്ന് വന്ന ചില വാചകങ്ങളാണ്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിച്ചെങ്കിൽ പോലും PR ഏജൻസിയുമായി ചുറ്റിപ്പറ്റിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിയമസഭ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നു. 12 മണിക്ക് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ചർച്ച.